ഷെയർ ആൻഡ് കമന്റ്. എന്തുകൊണ്ടാണ് അങ്ങനെ എനിക്ക് പോപ്പുലർ ആകാൻ പറ്റും? നമ്മൾ സാധാരണ എല്ലാവരും കൊടുക്കുന്ന ലൈക്കാണ്, കമന്റ് വളരെ റെയറാണ് അല്ലേ? ആ കൈ പോലെ ഇരിക്കുന്നൊരു നാട്ടിൽ നമുക്ക് തൊട്ടാൽ സംഭവം പോകും, നമുക്ക് മെനക്കേടില്ല, എഴുതിയും വേണ്ട. ഒത്തിരി ഇമോജി ഉള്ളതുകൊണ്ട് വെരി ഈസി ടു നമുക്ക് റിപ്ലൈ. ഏതെങ്കിലും ഒരാൾ അല്ലെ ആംഗ്രി ആണെങ്കിൽ ആംഗ്രി ANGR വൈ എന്ന് വൈ എന്ന് പറയുന്നത് അടിക്കണ്ട, നമുക്കൊരു ആംഗ്രിയുടെ ഒരു ഇമോജി ഒന്ന് കൊണ്ട് കൊടുത്താൽ ആൾക്കാർക്ക് പിടികിട്ടും. സ്മൈൽ ആണെങ്കിൽ സ്മൈൽ ചെയ്യുന്ന ഒരാൾ SMILE എന്ന് പറയേണ്ട അതൊരു പടം. അപ്പോൾ ഇമോജി കൊണ്ട് നമുക്ക് കാര്യങ്ങൾ റിപ്ലൈ ചെയ്യാം. അപ്പോൾ ഈ ലൈക്ക് കമന്റ് ഷെയർ വേണ്ടി വരുന്നത് എപ്പോഴാണെന്ന് അറിയാവോ? എന്നെ മറ്റുള്ളവർക്ക് പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ശ്രമിക്കുമ്പോഴാണ് ഇത് മൂന്നിൻ്റെയും ആവശ്യം എനിക്ക് വരുന്നത്. ഇനി ഇത് തന്നെയാണ് ആത്മീയ കാര്യങ്ങളിലേക്ക് വരുമ്പോഴും നമ്മൾ ആൾക്കാരോട് എനിക്ക് ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം എന്ന് നമ്മൾ പറഞ്ഞില്ലെങ്കിൽ പോലും നമ്മളെ പല പാട്ടുകൾ പാടുമ്പോഴും ഇത് പ്രതീക്ഷിക്കുന്നു. എവിടെയോ നമ്മുടെ മനസ്സിൽ പ്രതീക്ഷയുണ്ട്, കഴിയുമ്പോൾ ആരെങ്കിലും ഒന്ന് അപ്രിഷിയേറ്റ് ചെയ്തിരുന്നെങ്കിൽ, ആരെങ്കിലും ഒന്ന് ഷെയർ ചെയ്തിരുന്നെങ്കിൽ, ആരെങ്കിലും ഒന്ന് കമന്റ് ചെയ്തിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്ന ഏതെങ്കിലും ആത്മീക ശുശ്രൂഷകൾ നിലവിൽ നമ്മൾ ചെയ്യുന്നെങ്കിൽ ഓർത്തോണം, ഇത് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ചെയ്യുന്നത്. യു ആർ ഡൂയിങ് തിങ്സ് ഫോർ ദ ലോർഡ്, ബട്ട് ദാറ്റ് ഡസന്റ് മീൻ യു ആർ ഡൂയിങ് തിങ്സ് വിത്ത് ദ ലോർഡ്. ഇത് വളരെ ഗൗരവമായ ഒരു വിഷയമാണ് അല്ലേ? അപ്പൊ ന്യൂമാറ്റിക്കോസ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്ന് പറയുന്നത് എന്താണ്? നാം ദൈവവുമായിട്ടുള്ള ബന്ധത്തിലാകണം നമുക്ക് ചെയ്യാൻ. ഞാൻ അങ്ങനെ ഒരു പ്രസംഗിച്ചായിരുന്നു നിങ്ങളുടെ സഭയിൽ. അത് ഏതാണെന്ന് പറയുന്നത് വിത്ത് ദ ലോർഡ് ആൻഡ് ഫോർ ദ ലോർഡ്. Can you recollect? Do you remember I spoke about Mary and Martha? And Martha was busy for the Lord in the kitchen. Mary was busy with the Lord at the feet. രണ്ടും ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ പോലും കർത്താവോടെ അപ്രിഷിയേറ്റ് ചെയ്യപ്പെടുന്നതിനാണ് ഫോർ ദ ലോർഡ് ആക്ടിവിറ്റീസ്. നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ചർച്ചിൽ ഓടി നടന്ന് ചെയ്യുന്നതിനെ അല്ല കർത്താവ് അപ്രിഷിയേറ്റ് ചെയ്യുന്നത്. അത് തെറ്റെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ അതിനേക്കാൾ ഇമ്പോർട്ടൻസ് കർത്താവ് കൊടുക്കുന്നത് ബിസി വിത്ത് ദ ലോർഡ് ആണ്. ഫോർ ദ ലോർഡ് എന്നുള്ളതിനേക്കാൾ വിത്ത് ദ ലോർഡ് ആണ് ഇമ്പോർട്ടൻറ്റ്. നമ്മുടെയൊക്കെ ചർച്ചിൽ ഏറ്റവും പ്രൊമോട്ട് ചെയ്യപ്പെടുന്നത് എന്താണെന്ന് അറിയാമോ? ഫോർ ദ ലോർഡ്. Can you sing? Can you preach? Can you do this? Can you do that? Making people available to do something for the Lord, for the expansion of our local church. പക്ഷേ ബൈബിൾ പറയുന്നതാണ് ഫോർ ദ ലോർഡ് തെറ്റെന്നല്ല, പക്ഷെ വിത്ത് ദ ലോർഡ് അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് നാം തിരിച്ചറിയണം. പണ്ട് കാലത്ത് ഈ പണക്കാരുടെ വീടുകളിൽ മാത്രമേ ഈ ഹോർലിക്സ് ഉണ്ടായിരുന്നു. എല്ലാവരുടെ വീടുകളിൽ നിന്ന് ഹോർലിക്സ് മേടിക്കാനുള്ള പൈസ ഒന്നും പണ്ട് കാലത്ത്. എവിടെയെങ്കിലും ചെന്ന് ഹോർലിക്സിന്റെ കുപ്പിയൊക്കെ കണ്ട ഭയങ്കര സന്തോഷമോ, ഭയങ്കര റിച്ചാണെന്നാണ് പണ്ടത്തെ കാലത്തൊരു ചിന്ത. ഞങ്ങളുടെയൊക്കെ കൊച്ചുകാലം ഞാൻ ചിന്തിക്കുകയാണ്. പക്ഷേ ഈ ഹോർലിക്സ് 3-4 മാസം കൊണ്ട് തീരുന്നുള്ളൂ. അങ്ങനെയൊന്നും അധികമൊന്നും പോയൊന്നും ഇടത്തില്ല. കാര്യം പേര് ഭയങ്കര വിലയുള്ള സമയമാണ് അന്നത്തെ കാലമല്ലേ. ഇത് കുറേ നാൾ വെച്ച് വേണം ഇത് കഴിക്കാൻ. കുഞ്ഞുങ്ങളാണെങ്കിൽ ഇത് പാലിലൊന്നിട്ട് ചായക്കകത്തിട്ട് ഇത് കഴിക്കില്ല. കാര്യത്തിലെല്ലാം കയ്യിലേക്ക് ഇട്ടേച്ച് ഇങ്ങനെ കൈ കൊണ്ട് നിങ്ങൾക്കിത് ചെയ്യാത്തവരാണ് ഞങ്ങളുടെ ഇരിപ്പുണ്ട്. ഞാൻ മാത്രമേ ഇത് ചെയ്യുന്നുള്ളൂ എന്നൊരു ചിന്ത നിങ്ങൾക്ക് വരാം അല്ലെ? കൈ വെച്ചിട്ട് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ നമ്മൾ നക്കിക്കൊണ്ട് നടക്കുന്നൊരു കാലം ഉണ്ടായിരുന്നു പണ്ട്. ഹോർലിക്സ് ഇങ്ങനെ കഴിക്കും. അത് പ്രത്യേക ടേസ്റ്റാണ്. അത് അല്ല കുറച്ച് നേരം നക്കിക്കുമ്പോൾ ഇത് കൈ കൊണ്ട് ഇതൊക്കെ മറ്റൊരു ആരെങ്കിലും വരുമ്പോൾ കൈ താല്പര്യം പോയി കഴിയുമ്പോൾ വേണേൽ നമുക്ക് സീക്രട്ടായിട്ട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനമാണ്. പക്ഷെ ഈ ഹോർലിക്സ് തീർന്നു കഴിഞ്ഞാൽ പിന്നെ ആരും കുപ്പി കളയാൻ ചിലരുടെ വീട്ടിൽ പോലും കാണുന്നത്. പണ്ട് ഞാൻ എവിടെയോ പറഞ്ഞപ്പോൾ അമേരിക്കയിൽ ആരും പറഞ്ഞ ഭാഷ ഞങ്ങളും ഒന്നും ഇത് കളയരുതെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞത് എന്നെ ഈ കുപ്പി കളയാതെ അറിയാമോ? ഈ കുപ്പി കാണാൻ ഭയങ്കര ഭംഗിയാണ്. പണ്ടൊരു വെള്ളയും നീലയും കൂടിയുള്ള കളറിലെ ഹോർലിക്സ് കുപ്പി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ കുപ്പിയാണ്. 2-3 മാസം കഴിയുമ്പോൾ ഹോർലിക്സ് മുഴുവൻ തീരും. പക്ഷേ ഈ കുപ്പി കഴുകി ക്ലീൻ ചെയ്ത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, സ്പൈസ് ഇങ്ങനെയുള്ള സകല സംവിധാനങ്ങൾ അതിനകത്ത് കയറ്റി അതുകൊണ്ട് വെളിയിൽ നിന്ന് വരുന്നത് നോക്കുമ്പോൾ ഹോർലിക്സ് ആണ് ഇരിക്കുന്നതെന്നാണ് ചിന്ത. പക്ഷേ ഇപ്പോൾ നിലവിൽ ഇതിനകത്ത് എന്തില്ല. നിങ്ങൾക്ക് കാര്യം പിടികിട്ടുന്നു, പക്ഷെ മസൽ പിടിച്ചിരിക്കുക അല്ലേ? അപ്പൊ ഇതിനെ നിന്നില്ല.
പണ്ടെപ്പോഴോ ഇരുന്ന് ഹോർലിക്സ് ആയിരുന്നു, പക്ഷെ ഇപ്പോൾ നിലവിലിരുന്ന് ഹോർലിക്സിന്റെ കുപ്പി മാത്രമേ ഈ പരുവത്തിലേക്ക് നമ്മുടെ ആത്മീയ ജീവിതം പോകുവാൻ അനുവദിക്കുന്നത്. Once upon a time, പണ്ട് ആർമിക്കാർ once upon a time in 1999 കാർഗിൽ വാർ എന്നൊക്കെ പറഞ്ഞ് ആർമിക്കാർ പറയും എന്ന് പറഞ്ഞതുപോലെ once upon a time I was something എന്ന് പറയുന്നതല്ല റിലേഷൻ. കൾട്ടിവേറ്റ് ചെയ്യപ്പെടുന്ന ഭക്തി എന്ന് പറയുന്നത്, ഗോഡ്ലിനെസ് എന്ന് പറയപ്പെടുന്നത് നമ്മുടെ റിലേഷനിലൂടെ മാത്രം നമുക്ക് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ കഴിയുന്ന ഒന്നാണ് ഗോഡ്ലിനെസ്. അത് കൾട്ടിവേറ്റ് ചെയ്യപ്പെടണമെങ്കിൽ ആദ്യം നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത് നമുക്ക് റിലേഷൻ, ദൈവമായിട്ടുള്ള റിലേഷനിൽ മാത്രമേ നമുക്കൊരു കൾട്ടിവേഷൻ അല്ലെങ്കിൽ ആ ഗോഡ്ലിനെസ് അല്ലെ ഫിയർ ഓഫ് ദി ലോർഡ് നമുക്ക് വളർത്തിയെടുക്കാൻ നമുക്ക് കഴിയുകയുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ വായിക്കുന്നത് ന്യൂമാറ്റിക്കോസ് എന്ന് പറയുന്ന പദമാണ്. ആ പദത്തിന്റെ അർത്ഥം ഞാൻ പറഞ്ഞതുപോലെ ദൈവമായിട്ടുള്ള ബന്ധം എന്നുള്ളതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇനി ഞാനൊരു 3-4 കാര്യങ്ങൾ പറയാം, നിങ്ങൾ എല്ലാവരും നോട്ട് ചെയ്യണം. ഇനി നോട്ട് ചെയ്യാതെ ഒറ്റ പ്രാവശ്യം പറയുമ്പോൾ പഠിക്കുന്ന ബുദ്ധിമാന്മാരാരും ഇത് എഴുതരുത്. കാര്യം നമ്മുടെ ചർച്ചകളിലെല്ലാം കൂടുതൽ ബുദ്ധിമാന്മാരാരാണ് ഇതൊന്ന് എഴുതിയില്ലേ ഒറ്റ പ്രാവശ്യം കേട്ടാൽ മുഴുവൻ ബൈഹാർട്ട് ചെയ്യാൻ കഴിയുന്ന വെടുപിടുക്കന്മാർ നമ്മുടെ പള്ളിയിലുണ്ട്. അവരെയാണ് ഇത്ര എഴുതാൻ പാടില്ലെന്ന് പറയും. കാര്യം അവർക്ക് എഴുതേണ്ട ആവശ്യം ഇല്ല. എന്നാൽ എനിക്ക് പഠിക്കണം, അല്ലെങ്കിൽ ഞാനിത് എല്ലാം ഓർത്തിരിക്കാൻ എനിക്ക് പറ്റില്ല, നാളെ എനിക്കത് പ്രയോജനപ്പെടും, എൻ്റെ ഗോഡ്ലിനെസ് കൾട്ടിവേറ്റ് ചെയ്യപ്പെടണമെന്ന് ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ എന്ത് ചെയ്യണം? അത് നോട്ട് ചെയ്ത് വെച്ച് നമ്മൾ പിന്നീട് അത് പഠിക്കാനുള്ള ശ്രമം നടത്തണം. ഒന്ന്, നമ്മൾ ദൈവമായിട്ട് നമുക്ക് ബന്ധമുണ്ട് എന്ന് നമുക്ക് അറിയണമെങ്കിൽ 3-4 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഒന്ന്, നമുക്ക് ദൈവമായിട്ട് ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ് ഉണ്ടാകും. റിലേഷൻഷിപ്പ് ആസ് എ ഫാമിലി ആണ്. അത് നമുക്കുണ്ട്. അപ്പനും അമ്മയും പള്ളിയിൽ പോയ പിള്ളേർ പള്ളി പോയേ പറ്റും. വേറെ ഒരു നാളെ ആസ്തി പറയാൻ പറ്റും, ഞാനൊന്ന് പള്ളി വരുന്നില്ല, ടി വി കാണാൻ പോകാന്ന് പറഞ്ഞാൽ അടിയുടെ കൂടെ വരും. എന്താ വിഷയം? അവന് ചോയ്സ് ഇല്ല. അതിന് ചോയ്സ് എന്താ ഇല്ലാത്തത്? The parents going to change, so he has no other choice. He cannot tell daddy and mommy, I stay at home, I'm going to watch movie or something else. He can go to church and come back. I'm not coming. There is no choice for Aston, because Aston controlled by his parents. അതുകൊണ്ട് he has no choice. Parents ന്റെ ചോയ്സ് has to be adopted by Aston. Aston ആ ചോയ്സ് അഡോപ്റ്റ് ചെയ്യപ്പെടേണ്ടി വരികയാണ്, because Aston is under the leadership of control by the parents. അപ്പൊ അങ്ങനെയുള്ള റിലേഷൻ ആണ് ഇവിടെ പറയുന്നത്. ഇവിടെ പറയുന്നത് പേഴ്സണൽ റിലേഷൻഷിപ്പാണ്. അത് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യപ്പെടണം. വ്യക്തിപരമായ ബന്ധം. എങ്ങനെയാണ് ഈ വ്യക്തിപരമായ ബന്ധം എന്നിൽ ഉണ്ടാകുന്നത്? എനിക്ക് ദൈവമായിട്ട് വ്യക്തിപരമായ ബന്ധം എങ്ങനെയാണ്? വ്യക്തിപരമായ ബന്ധത്തിലൂടെ മാത്രമേ
If you want, you can build up a deep relation with your husband or wife. അപ്പോൾ തന്നെ നമുക്ക് ഒരു പാസീവ് റിലേഷൻഷിപ്പ് വേണമെങ്കിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. നമുക്ക് ദൈവമായിട്ട് ബന്ധം ഉണ്ടോ എന്ന് നമുക്ക് ഉറപ്പ് വരുത്താൻ ഉള്ള ഒന്നാമത്തെ ഘടകം എന്താ? ബന്ധം എന്ന് പറഞ്ഞാൽ ബന്ധത്തിലൂടെയാണ് ഗോഡ് ഫിയറിംഗ് കൾട്ടിവേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ബന്ധം റിലേഷനിലേക്ക് നമുക്ക് വന്നേ നമുക്ക് പറ്റുകയുള്ളൂ. ഇത് സ്ക്രിപ്ചറൽ സ്പിരിച്വാലിറ്റി, ദൈവവചന പ്രകാരമുള്ള ആത്മീയത നമ്മൾ ഉദ്ദേശിക്കുന്ന ആത്മീയതയല്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന ആത്മീയത എന്താ? ചർച്ചിന്റെ സമയത്ത് വരിക, അല്ലെ? കൃത്യമായിട്ട് ദശാംശം കൊടുക്കുക, എല്ലാ യോഗത്തിലും പങ്കെടുക്കുക, എല്ലാവരെയും ഒറ്റയ്ക്ക് കൈയടിക്കുക, ഈ സാക്ഷ്യം പറയുമ്പോൾ പാട്ടുപാടി സാക്ഷ്യം പറയുക, അല്ലെങ്കിൽ എല്ലാവരും ഒരു വാക്യം പറയുമ്പോൾ 139 വൈകാട്ട് മറ്റു സാക്ഷ്യം പറയും. ഇങ്ങനെയൊക്കെയുള്ള എക്സ്ട്രീമാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇത് സ്പിരിച്വൽ ആണെന്ന് പറയാൻ നമ്മൾ ഉദ്ദേശിക്കുന്ന ആളുകൾ, അല്ലെ? ഒരാൾ സ്പിരിച്വൽ ആണെന്ന് പറഞ്ഞാൽ ഇനി ഭൂതമാണെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞ് കാണിച്ചാൽ നമ്മുടെ ആൾക്കാർ എന്തെങ്കിലും ആത്മാവാണെന്ന് പറയും. കാര്യം നമുക്ക് ഇത് എന്താ ഡിസൈൻ ചെയ്യാനുള്ള സ്പിരിറ്റ് നമുക്കില്ല. ഈ പിശാചിന്റെ ഒരു കാര്യം, ദൈവാത്മാവ് വരുമ്പോൾ അറിയാം, പക്ഷെ പോയാൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല, അല്ലെ? പക്ഷെ പിശാച് നേരെ തിരിച്ചാണ്, വരുമ്പോൾ അറിയില്ല, പോകുമ്പോൾ അറിയും. രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുന്നുണ്ടോ? ദൈവാത്മാവ് വരുമ്പോൾ അറിയാം, പക്ഷെ വിട്ടുപോകുമ്പോൾ നമ്മൾ ഓർക്കുന്ന സ്റ്റിൽ ബിലീവേഴ്സ് എന്ന് പറയും. പക്ഷെ ദൈവം നമ്മളോട് ഉണ്ടാകണമെന്നില്ല, പോകുമ്പോൾ നമ്മൾ ആരും അറിയത്തില്ല. പക്ഷെ പിശാച് നേരെ ഓപ്പോസിറ്റാണ്. പിശാച് നമ്മൾ വരുമ്പോൾ നോബഡി വിൽ റെക്കഗ്നൈസ്, പക്ഷെ പിശാച് പോകുമ്പോൾ ഭയങ്കര ഇളകി പ്രശ്നം ഉണ്ടാക്കിയൊക്കെയാണ് പോകും. നമ്മളങ്ങനെയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത്. അതിന്റെ പിശാചിനെ ഇളക്കാൻ വേണ്ടി ആൾക്കാരെ വരത്തന്മാരെ കൊണ്ടുവന്ന് അതിന് സ്വതന്ത്രായിട്ട് കൊടുത്ത് 3 ദിവസം ഇരുത്തി പ്രാർത്ഥിച്ച് പോയില്ലേ പോലെ നീ പോണെ പോലെ ഞാൻ പോകുന്നൊക്കെ പറഞ്ഞ് പോകുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇപ്പോഴും അങ്ങനെയുള്ള വാടകയ്ക്ക് ഉപദേശിമാരെ കൊണ്ടുവന്ന് ഇങ്ങനെ പിടിച്ചു വെച്ച് അപ്പൊ നമ്മള് ആത്മീയത എന്ന് പറയുന്നത് നമ്മൾ ബാഹ്യമായ പ്രദർശനത്തിലൂടെയാണ് ഒരാളെ ആത്മീയനാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. പള്ളി കൃത്യമായിട്ട് വന്ന് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാൾ നമ്മൾ ആത്മീയനെന്നേ പറയും. മാരേജ് പാസ് ആണെങ്കിലും പാസ് നിൽക്കുവാണേലും ഞാനാണെങ്കിലും ഞങ്ങൾ എല്ലാവരും നിങ്ങൾ അങ്ങനെയുള്ളവരെയാണ്. പാസ്സായിട്ട് ഞങ്ങൾക്ക് അത് വിശ്വാസികളെ സ്പിരിച്വൽ ആണെന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റുകയുള്ളൂ. പക്ഷേ ബൈബിൾ ഒരാൾ ആത്മീയനാണെന്ന് പറയുന്ന ദൈവവചനത്തിന്റെ അളവ് പോലെന്ന് പറയുന്നത് ബൈബിൾ, ദൈവവചനം. അതിനെയാണ് പറയുന്നത് സ്പിരിച്വാലിറ്റി can be defined as scriptural. ദൈവവചന പ്രകാരമുള്ള ആത്മീയത എന്ന് പറയുന്നത് വലിയ വിഷയമാണ്. നമുക്ക് ദൈവവചന പ്രകാരമുള്ള ആത്മീയത നമ്മളിലുണ്ടോ എന്ന ആ പരിശോധനയാണ് നമ്മളിലേക്ക് നാം കൊണ്ടുവരേണ്ടത്. അപ്പൊ ഒന്ന് പേഴ്സണൽ റിലേഷൻഷിപ്പ് എഴുതിയോ. 2 ഇന്റിമേറ്റ് റിലേഷൻഷിപ്പ്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം അറിയാമോ? പേഴ്സണൽ റിലേഷൻഷിപ്പ് എനിക്ക് ദൈവമായിട്ടുള്ള ബന്ധം, ഇന്റിമേറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി അടുത്ത ബന്ധമാണ്. 3 കൺസിസ്റ്റന്റ് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ നിരന്തരമായ ബന്ധം, അൺബ്രേക്കബിൾ റിലേഷൻഷിപ്പ്. 4 ഇവാഞ്ചുവലി ഗ്രോയിങ് റിലേഷൻഷിപ്പ്, ഗ്രോയിങ് റിലേഷൻഷിപ്പ്. 5 ഇൻസെപ്പറബിൾ റിലേഷൻഷിപ്പ്, വേർപെടുത്താൻ കഴിയാത്തത്. മലയാളത്തിൽ പറയാം വ്യക്തിപരമായ ബന്ധം, ആഴത്തിലുള്ള ബന്ധം, നിരന്തരമായ ബന്ധം, വളരുന്ന ബന്ധം, അവസാനം വേർപെടുത്താൻ കഴിയാത്ത ബന്ധം. ഈ 5 നിലകളിലാണ് ന്യൂമാറ്റിക്കോസ് എന്ത് നമുക്ക് പഠിക്കാൻ കഴിയും. എന്താണ് ന്യൂമാറ്റിക്കോസ്, എന്താണ് റിലേഷൻ വിത്ത് ഗോഡ് എന്ന് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ കഴിയണമെങ്കിൽ ഈ 5 മേഖലകൾ നമുക്ക് അല്പമായിട്ടെങ്കിലും നമുക്കൊന്ന് സ്പർശിച്ചെങ്കിലേ നമുക്ക് ആ ന്യൂമാറ്റിക്കോസ് എന്ത് എന്ന് നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. എങ്കിലേ നമുക്ക് ഈ ഭക്തി എന്താണ്, അല്ലെങ്കിൽ നമ്മുടെ ഗോഡ്ലിനെസ് കൾട്ടിവേറ്റ് ചെയ്യപ്പെടേണ്ടത് എന്തുകൊണ്ട് എന്ന് നമുക്ക് ഗ്രഹിക്കാൻ നമുക്ക് കഴിയുകയുള്ളൂ. അപ്പോൾ ഈ നിലവിൽ നമുക്ക് നമ്മുടെ ബന്ധത്തെ നമുക്ക് സൂക്ഷിക്കാൻ നമുക്ക് കഴിയും. ഈ 5 നിലവിലുള്ള ബന്ധത്തിലേക്ക് നമ്മൾ വരുമ്പോഴാണ് ഈ ഗോഡ്ലിനെസിന്റെ പരിപക്വതയിലേക്ക് നമ്മൾ എത്തുവാനായിട്ട്, അല്ലെങ്കിൽ നമ്മൾ ക്വാളിഫൈ ആകും.
5 വിശേഷതകളാണ് ഈ 5 പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുന്നത്. അതിനകത്ത് പേഴ്സണൽ റിലേഷൻഷിപ്പ് ഉണ്ട്, പിന്നെ ഇന്റിമേറ്റ് റിലേഷൻഷിപ്പ് ഉണ്ട്, അത് മാത്രമല്ല നമുക്ക് നിരന്തരമായ കൺസിസ്റ്റന്റ് റിലേഷൻഷിപ്പ് ഉണ്ട്, നമുക്ക് ഗ്രോയിങ് റിലേഷൻഷിപ്പ് ഉണ്ട്, അപ്പോൾ തന്നെ ഇൻസെപ്പറബിൾ റിലേഷൻഷിപ്പ് ഉണ്ട്. അങ്ങനെയാണ് ഒരാൾക്ക് ഈ ന്യൂമാറ്റിക്കോസ് ദൈവവുമായിട്ടുള്ള ഒരു ബന്ധത്തിലേക്ക് വരുവാൻ ഒരാൾ ആരംഭിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഒരാൾ യേശുവിനെ രക്ഷകനും കർത്താവുമായിട്ട് അംഗീകരിക്കുമ്പോൾ ആദ്യം നടക്കുന്ന എന്താ? നിങ്ങളൊന്ന് ചിന്തിച്ച്, രക്ഷാനുഭവത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ആദ്യം നടക്കുന്ന ദൈവിക ക്രിയ എന്താണ്? ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത് കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്നത് എന്തിനാണ്? പാപങ്ങളുടെ മോചനത്തിനാണ്. എങ്കിലും അല്പം കൂടി ലളിതമായിട്ട് നമുക്ക് ദൈവവചന പ്രകാരം പറഞ്ഞാൽ, കർത്താവ് ഭൂമിയിലേക്ക് വരുമ്പോൾ നമ്മുടെ സ്പിരിച്വൽ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നാം ലോകത്തോട് നമുക്ക് സ്നേഹവും ദൈവത്തോട് നമുക്ക് സ്നേഹവും ദൈവത്തോട് നമ്മുടെ ശത്രുക്കളും അല്ലെ? അങ്ങനെയാ ബൈബിൾ പറയുന്നത്. നാം ദൈവത്തിന് ശത്രുക്കളായ, ദൈവത്തിന്റെ ശത്രുവാകുന്ന എപ്പോഴാ? ലോകത്തെ സ്നേഹിക്കുമ്പോൾ നമ്മൾ ദൈവത്തിന്റെ ശത്രുവാകുകയാണ്. അപ്പോൾ കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ ആദ്യം നമ്മളിൽ നടന്ന ഒരു സ്പിരിച്വൽ പ്രോസസ്സിന്റെ പേരാണ് റീകൺസിലിയേഷൻ. നമ്മുടെ മലയാളത്തിൽ പറയുന്നത് നിരപ്പ്. റീകൺസിലിയേഷൻ ആണ് ആദ്യം ഒരു വ്യക്തിയിൽ നടക്കുന്ന ആത്മീയ പ്രക്രിയ എന്ന് പറയുന്നത്. എന്താണ് അതിന്റെ ആവശ്യം വരുന്നത്? നമ്മുടെ ആ സ്പിരിച്വൽ സ്റ്റേജ് എന്ന് പറയുന്നത് നിലവിൽ ലോകവുമായിട്ടുള്ള സ്നേഹവും ദൈവവുമായിട്ടുള്ള എലിമിറ്റിയിലുമാണ്. ആ എലിമിറ്റിയിൽ നിന്ന് നമ്മളെ രക്ഷിച്ച് പിതാവായ ദൈവത്തോട് നമ്മളെ റീകൺസിൽ ചെയ്യാനാണ് കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത്. ഒരാൾ ഈ ഭൂമിയിൽ രക്ഷപ്പെടുമ്പോൾ ആദ്യം നമ്മൾ നടക്കുന്നത് we will have reconciliation with God. ദൈവവുമായിട്ട് നമുക്ക് ഒരു നിരപ്പുണ്ടാവുകയാണ്. നിരപ്പാണ് ഒരു മനുഷ്യനിൽ ആദ്യം ഉണ്ടാകുന്ന ഒരു ദൈവിക പ്രോസസ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. അപ്പോൾ നമ്മുടെ ജീവിതത്തെ അവിടെ നിന്നാണ് ആ പൊടി തട്ടിക്കളഞ്ഞ് ദൈവം ഉപയോഗിക്കാൻ ആരംഭിക്കുന്നത്. അവിടെ നിന്നാണ് ന്യൂമാറ്റിക്കോസിലൂടെ, റിലേഷനിലൂടെയാണ് നമ്മുടെ ഗോഡ് ഫിയറിംഗ് അല്ലെങ്കിൽ ഗോഡ്ലിനെസ് നമുക്ക് കൾട്ടിവേറ്റ് ചെയ്യപ്പെടാൻ നമുക്ക് ആരംഭിക്കാൻ കഴിയുകയുള്ളൂ. നമുക്കറിയാമോ, നമ്മുടെ ദീർഘവർഷങ്ങള് ചർച്ചിൽ വിശ്വാസിയായി ഇരുന്നിട്ടും ദൈവമാണ് ന്യൂമാറ്റിക്കോസിന്റെ എത്ര പേരെന്ന് അറിയാമോ? അവർക്ക് ദൈവമായിട്ട് പക്ഷെ അവർക്ക് ദൈവമായിട്ട് ബന്ധമില്ല. വെരി ആക്റ്റീവ് ഇൻ ദി ചേഞ്ച്, ബട്ട് ആബ്സെന്റ് ഇൻ ഗോഡ്. ദൈവമായിട്ട് ആബ്സെന്റ് ആണ്, പക്ഷെ ചർച്ചിൽ വളരെ ആക്റ്റീവാണ്. നമ്മുടെ ആക്ടിവിറ്റീസും പെർഫോമൻസും അല്ല നമ്മൾ ആത്മീയരാണോ എന്ന് അളക്കാനുള്ള അളവുകോൽ. നമ്മൾ ആത്മീയരാണോ എന്ന് അളക്കാനുള്ള അളവുകോൽ ദൈവത്തിന്റെ വചനമാണ്. ദൈവവചനമാണ് നമ്മൾ ആത്മീയരാണോ എന്ന് അളക്കാനുള്ള അളവുകോലെങ്കിൽ ഈ 5 കാര്യങ്ങൾ